നമസ്കാരം. എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ജയ, ചാപ്റ്ററിലെ ഹിന്ദി അധ്യാപികയാണ്. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ പക്ഷി और ദീമക് എന്ന പാഠത്തിന്റെ ബാക്കി ഭാഗമാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഭാഗം പഠിച്ചതാണ്. അപ്പോൾ അതിനകത്ത് പക്ഷിയും ദീമക്കും എന്ന കഥയിലെ കഥാപാത്രങ്ങളാണ് നൗജവാൻ പക്ഷിയും ഗാഡിവാലും, ഇല്ലയോ? അത് വേറെ സാങ്കല്പിക കഥാപാത്രമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ ഈ പക്ഷി, ഈ നൗജവാൻ പക്ഷി ചിതലിന് വേണ്ടി, അത് ഒരിക്കലും കഴിച്ചിട്ടില്ലാത്ത ഒരു ആഹാരമായിരുന്നു അത്. അപ്പൊ ആ ചിതലിന് വേണ്ടി അത് തന്റെ ഓരോ തൂവലൊടിച്ച് വണ്ടിക്കാരന് കൊടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പൊ കഥാഭാഗം നിങ്ങൾ വായിച്ച് നോക്കി കാണുമല്ലോ. അടുത്ത ഭാഗം നോക്കിക്കോ. जब उस पक्षी को गाड़ी वाले से 2 दीमकें खरीदने और एक पर देने में बड़ी आसानी मालूम हुई. അങ്ങനെ ഈ പക്ഷിക്ക് ഒരു തൂവല് കൊടുക്കാനും അതുപോലെ 2 ചിതല് വാങ്ങാനും ഇപ്പോൾ വളരെ എളുപ്പമായി. ആസാനി എന്ന് പറഞ്ഞാല് എളുപ്പം എന്നതിന് മനസ്സിലായി. റോസ് തീസരെ പകർ, അത് ദിവസവും 3ാം യാമമാകുമ്പോൾ നീച്ചെ ഉതർത്ത താഴിറങ്ങുകയും ഓർ ഗാഡി വാലേക്കോ ഏക്ക് പങ്ക് ദേക്കർ, അങ്ങനെ വണ്ടിക്കാരന് ഒരു തൂവല് കൊടുത്ത് 2 ദീമക്കയും ഖരീദിലെത്ത, എന്ത് വാങ്ങുമായിരുന്നു? 2 ചിതല് വാങ്ങുമായിരുന്നു, ഇല്ലേ? അപ്പൊ അതിന് വളരെ എളുപ്പമായി. കുച്ച് ദിനവും തക്ക്, കുറച്ച് ദിവസം വരെ ഏസാഹി ചൽത്താ രഹ, അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. ഏക് ദിൻ, ഒരു ദിവസം ഉസ്കെ പിതാനെ ദേഖിലിയ, ആര് കാണുന്നു? ഇത് അതിന്റെ അച്ഛൻ കാണുന്നു, അല്ലെ? ഒരു ദിവസം അതിന്റെ അച്ഛൻ കാണുന്നു. ഉസിനെ സമച്ചാനേക്ക് കോശിഷ്കി, അയാൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതായത് പക്ഷിയുടെ അച്ഛൻ പക്ഷിയോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചത് എന്താണ്? कि बेटे മോനെ, ദീമക്കെ ഹമാരെ സ്വാഭാവിക ആഹാർ നഹി ഹേ, ചിതല് നമ്മുടെ സ്വാഭാവികമായ ആഹാരമല്ല. ഓർ ഉൻകേലിയെ, അതിനുവേണ്ടി അപ്പന പങ്കുത്തോ, തന്റെ തൂവല് ഹർഗിച്ച് നഹി ദിയാ ജാ സക്തേ, ഹർഗിച്ച് എന്ന് പറഞ്ഞാൽ ഒരിക്കലും കൊടുക്കല്ലേ എന്ന് പറയുകയാണ്. അപ്പൊ ഈ ചിതലിന് വേണ്ടി നിന്റെ തൂവൽ ഒരിക്കലും നീ നഷ്ടപ്പെടുത്തരുത് എന്നാണ് അച്ഛൻ മകനോട് പറയുന്നത്. ലേക്കിൻ പക്ഷേ ഉസ് നവജവാൻ പക്ഷീനെ ബെഡേഹി ഗർവസെ, ഈ ചെറുപ്പക്കാരനായ പക്ഷി വളരെ അഹങ്കാരത്തോടെ അപ്പന മുഖ ദൂസരി ഓർ കർലിയ, തന്റെ മുഖം മറ്റൊരു ഭാഗത്തേക്ക് വെട്ടിത്തിരിച്ചു. ഉസെ സെമീൻ ബർ ഉദർക്കർ, അത് താഴെ ഇറങ്ങുകയും ദീമക്കാനേക്ക് ചട്ട് ലഗുകയെത്തി, ചിതല് തിന്നാനുള്ള ആഗ്രഹവും പ്രകടിപ്പിച്ചു. അബുസെ ഇന്നത്തോ ദൂസരെ കീടെ അച്ഛേ ലഗത്തെ, ഇപ്പോൾ അതിന് മറ്റ് കീടങ്ങളൊന്നും ഇഷ്ടമല്ല. ഇന്ന പഴങ്ങൾ ഇഷ്ടമല്ല. ഇന്ന അനാജുക്കെ ധാന്യങ്ങൾ ഇഷ്ടമല്ല. ദീമക്കം കാ ശൗക്ക് അബ് ഉസ് പർ ഹാവി ഹോ ഗയാത്ത, ചിതലിനോടുള്ള അതിന്റെ താല്പര്യം, ഇല്ലയോ, അതിനെ വല്ലാതെ കീഴ്പ്പെടുത്തി കളഞ്ഞു, അഡിക്റ്റ് ആക്കി കളഞ്ഞു. ഇത്രയും വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഞാൻ ഒന്നുകൂടെ ആ ഭാഗം ഒന്ന് വായിച്ചതേ ഉള്ളൂ. ബാക്കി ഭാഗം നോക്കിക്കോ. ലേക്കിൻ പക്ഷേ ഐസെ കിത്തനെ ദിനവും തക്ക് ചൽത്ത, ഇത് ഇങ്ങനെ കുറെ ദിവസം വരെ, എത്രയോ ദിവസം വരെ ഇത് അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഉസ്കെ പങ്കോം കി സംഖ്യ ലഗാത്തർ കട്ടി ചലി ഗയി, അങ്ങനെ ദിനം പ്രതി എന്ത് കുറഞ്ഞുകൊണ്ടിരുന്നു? അതിന്റെ തൂവലിന്റെ എണ്ണം. അതാണ് ഉസ്കെ പങ്കോം കി സംഖ്യ, അതിന്റെ തൂവലിന്റെ എണ്ണം. ലഗാത്താർ, എന്താണ്? തുടർച്ചയായിട്ട്. കട്ടി ചലികയി, കുറഞ്ഞുകൊണ്ടിരുന്നു. അബുബഹു ഊഞ്ചായിയോമ്പർ, ഇപ്പോൾ അതിന് ഉയരങ്ങളിൽ, ഊഞ്ചായി ഉയരങ്ങളിൽ അപ്പന സന്തുലൻ സാധിനകി സക്താത്ത, അതിനെന്താണ്? അതിന് പറക്കാൻ കഴിയുന്നില്ല, അതിന് ബാലൻസ് ചെയ്യാൻ കഴിയുന്നില്ല. അത് അപ്പന സന്തുലൻ സാധിനകി സക്താത്ത, അതിന് ബാലൻസ് ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ ബഹുത്ത് സമയത്തക്ക്, ഒരുപാട് സമയം വരെ പങ്കുസെ സഹാരത സക്തത്തെ, അതിന് ചിറകിനെ ആശ്രയിക്കാനും കഴിയുന്നില്ല. ഉയരങ്ങളിൽ പറക്കാനുള്ള ബാലൻസ് ചെയ്യാൻ അതിന് കഴിയുന്നില്ല. കാരണം അതിന്റെ ചിറകുകൾ, അതിന്റെ തൂവല് ഓരോന്നായിട്ട് നഷ്ടപ്പെട്ടു, ഒരുപാട് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആകാശയാത്രക്കെ ദൗരാൻ, അങ്ങനെ ആകാശയാത്രയോടനുബന്ധിച്ച് ഫലമായി
പേടം കി ചോട്ടിയാം, അത് വൃക്ഷത്തിന്റെ ശിഖരങ്ങളില്, വൃക്ഷക്കൊമ്പുകളില്, ഗുബന്ധം ഓർ ബുർജോ, അതായത് പള്ളികളുടെ ഗോപുരങ്ങള് അല്ലെങ്കിൽ വലിയ കെട്ടിടങ്ങള്, അപ്പൊ അതിന്റെയൊക്കെ പുറത്ത് ഹാഫ്തേ ഹുയെ കിതച്ചുകൊണ്ട്, ഹാഫിന കിതയ്ക്കുക, ഗുബന്ധ് ബുർജ് എന്നൊക്കെ പറഞ്ഞാൽ ഉയരമുള്ള സ്ഥലങ്ങളാണ് ഗോപുരങ്ങൾ എന്ന് പറയും കേട്ടോ. അപ്പോൾ ആ ഉയർന്ന ഗോപുരങ്ങളുടെ പുറത്തൊക്കെ കിതച്ചുകൊണ്ട്, ഹാഫ്തേ ഹുയെ കിതച്ചുകൊണ്ട്, വൈട്ട് ജാന പട്ട അതിനിരിക്കേണ്ടി വരുന്നു. അപ്പോൾ മുകളിൽ പറക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിന് കഴിയുന്നില്ല. അപ്പോഴത്തേക്ക് അത് എന്ത് ചെയ്യുന്നു? വൃക്ഷത്തിന്റെ ആ മരച്ചില്ലകളിലും അതുപോലെ ആ ഗോപുരങ്ങളിലും ഒക്കെ വന്ന് കിതച്ചുകൊണ്ട് ഇരിക്കുന്നു. ആകാശ് യാത്രാക്കെ ദൗരാൻ ഉസ്കെ പരിവാർ വാലെ, എന്താണ് ഉസ്കെ പരിവാർ വാലെ? അതിന്റെ കുടുംബാംഗങ്ങളും തഥാ മിത്ര കൂട്ടുകാരും ഊഞ്ചായോമ്പർ തൈർത്തേ ഹുയെ ഉയരങ്ങളിലേക്ക് പറന്നു പോകുകയും ആകെ ബഡ് ജാത്ത, ഉയരങ്ങളിലേക്ക് തൈർന്ന എന്ന് പറഞ്ഞാൽ നീന്തുക എന്നാണ്. അത് പെട്ടെന്ന് അങ്ങനെ പറന്നു പോകുന്നു. അങ്ങനെ പറന്ന് അവർ ആകെ ബഡ് ജാത്തെ, ആകെ ബഡ്ന എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകുന്നു. ബഹുത്ത് പിച്ചടാ ജാത്ത, ഈ പക്ഷിയോ, നമ്മുടെ നൗജവാൻ പക്ഷിയോ വളരെ പിറകിലായി പോകുന്നു. പിച്ചടെന്ന് പറഞ്ഞാല് പിറകിൽ, അത് വളരെ പിറകിലായി പോകുന്നു. ഫിർഫി, എന്നിട്ടും ദീമക്ക് ഖാനേക്ക ഉസ്കാ ഷൗക്ക് കം നഹി ഹുവ, ചിതല് തിന്നാനുള്ള ചിതലിനോടുള്ള അതിന്റെ ആഗ്രഹം കം നഹി ഹുവ. എന്ത് കം നഹി ഹുവ എന്ന് പറഞ്ഞാല് കുറയുന്നില്ല അല്ലെ, കുറയുന്നില്ല. ഷൗക്ക് എന്ന് പറഞ്ഞാല് താല്പര്യം, ഷൗക്ക് താല്പര്യം, കം നഹി ഹുവ കുറയുന്നില്ല. ദീമക്കോം കേലിയെ ചിതലിന് വേണ്ടി, ഗാഡി വാലേക്കോ വണ്ടിക്കാരന്, വഹപ്പനെ പങ്ക് തോടുകർ ദേത്താ രേഖ, അതെന്ത് ചെയ്യുന്നു? അതിന്റെ തൂവല് ഒടിച്ചൊടിച്ച് കൊടുക്കുന്നു അല്ലെ. അപ്പൊ അതിന് ആ പറക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടിട്ട് പോലും അത് എന്തിനോടുള്ള ആഗ്രഹം അതിന് മാറിയില്ല? ചിതലിനോടുള്ള ആഗ്രഹം മാറുന്നില്ല. ഫിർ, എന്നിട്ട് ഉസ്നെ സോച്ചാക്കി, അത് ചിന്തിച്ചു. അതെന്താ ചിന്തിച്ചത്? ആസ്മാൻമേ ഉടിനാകി ഫിസൂൽ ഹെ, ആകാശത്ത് പറക്കുന്നതൊക്കെ ഇനി വെറുതെയാണ്. ഫിസൂൽ വെറുതെയാണ്, ആസ്മാൻ ആകാശം. അപ്പൊ ആകാശത്ത് പറക്കുന്നത് വെറുതെയാണ്. ബഹുമൂർഖം കാക്കാമ്പി, അത് ആരുടെ ജോലിയാണ്? വിഡ്ഢികളുടെ ജോലിയാണ്. വിഡ്ഢികളൊക്കെ ഇപ്പൊ പറന്നു പോകുന്നതെന്ന്. അപ്പോൾ പക്ഷിക്ക് ഇപ്പൊ പറക്കാൻ കഴിയുന്നില്ല, അതിന്റെ ചിറകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അത് ചിന്തിക്കുന്നത് എന്താണ്? ആകാശത്ത് പറക്കുന്നത് വെറും വിഡ്ഢികളാണെന്നാണ്. ഉസ്കി ഹാലത്ത് യഹ്തീക്കി, ഉണ്ടോ? അതിന്റെ അവസ്ഥ, ഹാലത്ത് അവസ്ഥ, അതിന്റെ അവസ്ഥ ഇതാണ്. അബുവഹ് ആസ്മാൻമേ ഉടുകീനകി സക്താത്ത, അല്ലെ? അതിനിപ്പോൾ എവിടെ പറക്കാൻ കഴിയുന്നില്ല? ആകാശത്ത് പറക്കാൻ കഴിയുന്നില്ല. വഹ് സിർഫ് ഏക്ക് പേടുസേ ഉടുക്കർ, അത് ഒരു വൃക്ഷത്തിൽ നിന്ന് പറന്ന്, ഏക്ക് പേടുസേ ഉടുക്കർ, ഒരു വൃക്ഷത്തിൽ നിന്ന് പറന്ന്, ദൂസരെ പേടുത്തക്ക് പഹൂഞ്ച് പാത്ത, അടുത്ത വൃക്ഷത്തിലേക്ക് എത്തുന്നു. മുകളിൽ പറക്കാൻ പറ്റുന്നില്ലേ? ഇപ്പോൾ അത് ഒരു വൃക്ഷത്തിൽ നിന്ന് പറന്ന് അടുത്ത വൃക്ഷത്തിലേക്ക് എത്തുന്നു. ധീരെ ധീരെ, പതുക്കെ ഉസ്കി യഹ് ശക്തി ഭി കം ഹോത്തി ഗയി, ഇപ്പോൾ അതിന് ആ ശക്തിയും കുറഞ്ഞു. പതുക്കെ അതിന്റെ ഈ ശക്തിയും കുറഞ്ഞു പോയി. ഏത് ശക്തി? ഒരു വൃക്ഷത്തിൽ നിന്ന് അടുത്ത വൃക്ഷത്തിലേക്ക് പറക്കുമായിരുന്നല്ലോ, ഇപ്പോൾ പതുക്കെ ആ ശക്തിയും കുറഞ്ഞു. और एक समय वह आया जब वह बड़ी मुश्किल से पेड़ की एक डाल से लगी हुई दूसरी डाल पर चलकर പുതുക്കർ പകുഞ്ചത്ത, ഇപ്പോൾ അതിന് താണ്ടി ഇങ്ങനെ ഒരു സമയമെത്തി. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു വൃക്ഷത്തിൽ നിന്ന് മറ്റൊരു വൃക്ഷത്തിലേക്ക് പറക്കുമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ താണ്ടി ഇപ്പോൾ അതിന് താണ്ടി ഇങ്ങനെ ഒരു സമയമായി, അല്ലെ ഇങ്ങനെ ഒരു അവസ്ഥയായി. എങ്ങനെ ഒരു അവസ്ഥയായി? ഒരു വൃക്ഷത്തിന്റെ ശിഖരത്തിൽ, അപ്പൊ ഒരു മരത്തിലിരിക്കുകയാണ് അത്. അപ്പോൾ ആ മരത്തിന്റെ ശിഖരത്തിൽ നിന്ന് ദൂസരി ഡാൽപ്പർ, അടുത്ത ശിഖരത്തിലേക്ക്, കേട്ടോ. അപ്പൊ ഒരു മരത്തിൽ തന്നെയാണ് ഇപ്പോൾ അത് വസിക്കുന്നത്. ആ ഒരു മരത്തിന്റെ ശിഖരത്തിൽ നിന്ന് അടുത്ത ശിഖരത്തിലേക്ക്, അടുത്ത മരത്തിലേക്കല്ല, അടുത്ത ആ വൃക്ഷത്തിന്റെ അടുത്ത ശിഖരത്തിലേക്ക്, അത് ഡാലെന്ന് പറഞ്ഞാൽ ബ്രാഞ്ച്. അപ്പോൾ ആ ശിഖരത്തിലേക്ക് ചൽക്കർ നടന്നു. പറക്കാൻ പറ്റുന്നുണ്ടോ?
ഇല്ല. ഇപ്പോൾ അത് നടന്ന് ഫുതുക്ക് എന്ന് പറഞ്ഞാൽ ചാടി ചാടി എന്ത് ചെയ്യുന്നു, പഹൂഞ്ചത്ത എത്തുമായിരുന്നു. ലേക്കിൻ ദീമക്ക് കാനേക്ക ശൗക്ക് നഹി ചൂട്ട, പക്ഷേ ചിതല് തിന്നാനുള്ള അതിന്റെ ആഗ്രഹം വിട്ടുപോയോ എന്നിട്ടും ഇല്ല. അപ്പോൾ അത് ഇത്രയും ഒരു അവസ്ഥയിൽ എത്തിയിട്ട് പോലും ചിതല് തിന്നാനുള്ള അതിന്റെ ആഗ്രഹം മനസ്സിൽ നിന്ന് വിട്ട് പോകുന്നില്ല. അപ്പോൾ അതിന് ആകാശത്തിലൂടെ പറക്കാൻ കഴിയുന്നില്ല, അല്ലയോ? അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിൽ നിന്ന് അടുത്ത വൃക്ഷത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല. ഇപ്പോൾ അതിന്റെ വാസം എന്ന് പറയുന്നത് ഒരു വൃക്ഷത്തിൽ മാത്രമാണ്. അത് ചാടി തൊട്ടടുത്ത ശിഖരത്തിലേക്ക് പോകും. അപ്പൊ ആ ഒരു അവസ്ഥയിലെത്തി. അങ്ങനെ എത്തിയിട്ട് പോലും അതിന് ചിതല് തിന്നാനുള്ള ആഗ്രഹം അതിന്റെ മനസ്സിൽ നിന്ന് വിട്ട് പോകുന്നതുമില്ല. ബീച്ച് ബീച്ച് മേ ഗാഡി വാല ഉത്തേ ജാത്ത, അങ്ങനെ ഇടയ്ക്ക് പിന്നീട് വണ്ടിക്കാരനെ കാണാതാകുന്നു, അപ്രത്യക്ഷനാകുന്നു. വണ്ടിക്കാരനെ ഇപ്പോൾ ആ വഴി കാണുന്നില്ല. അതാ ബുത്താദേന എന്ന് പറഞ്ഞാൽ കാണാതാകുക. ബഹ് കഹി നസർമേ ഇന്ന ആത്ത, ഇപ്പോൾ അയാളെ അവിടെ എങ്ങും കാണുന്നില്ല. അപ്പോൾ അയാൾ ഒരു കള്ളനാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക്. കാരണം ഇപ്പോൾ ഈ പക്ഷിയിൽ നിന്ന് വേണ്ടുന്നത്ര തൂവല് അയാൾ ശേഖരിച്ചിരിക്കുന്നു. ഇനി ഇവിടെ ഈ വഴിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പക്ഷിക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷിയുടെ തൂവലെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ വഴിക്ക് ഇപ്പോൾ അയാളെ കാണാനേ ഇല്ല. പക്ഷി ഉസ്കെ ഇന്ദസാർമേ ഖുൽത്താ രഹുത്ത, പക്ഷി ഇപ്പോൾ അയാളെ പ്രതീക്ഷിച്ച്, ഇന്ദസാർ പ്രതീക്ഷ കേട്ടോ, പ്രതീക്ഷിച്ച് അങ്ങനെ അയാളുടെ പ്രതീക്ഷയിൽ അങ്ങനെ ലയിച്ചിരിക്കുകയാണ്. പുൽന കേട്ടോ, ലയിക്കുക. അപ്പോൾ ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, വണ്ടിക്കാരനെ കാണുക, ഇല്ലയോ? ചിതലിനെ വാങ്ങിച്ച് തിന്നുക. ഇപ്പോൾ അയാൾ ആ വഴിക്ക് വരുന്നുണ്ടോ? ഇല്ല. ലേക്കിൻ പക്ഷേ ദീമകോങ്ക ശൗക്ക് ജോ ഉസേത്ത, ചിതലിനോടുള്ള താല്പര്യം അതിനിപ്പോൾ എങ്ങനെയായിരുന്നു? ഇപ്പോഴും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരുപാടുണ്ടായിരുന്നു. ഉസിനെ സോച്ച, അങ്ങനെ അത് ചിന്തിച്ചു. മേ ഖുദ് ദീമക്ക് ढूंढूंगा, ഞാൻ എന്ത് ചെയ്യാം? ഞാൻ സ്വയം ചിതലിനെ തിരയാം. ढूंढിനാന്ന് പറഞ്ഞാൽ തിരയുക, അന്വേഷിക്കുക. ഖുദെന്ന് പറഞ്ഞാൽ സ്വയം. അപ്പൊ എന്തായാലും ഇനി അതിനും ആകാശത്ത് പറക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഇനി താഴേക്ക് വരും. ഇപ്പൊ ഒരു മരക്കൊമ്പിൽ ഇരിപ്പുണ്ട്. ഇനി അവിടുന്ന് ഇറങ്ങി താഴെ വന്ന് ആ ചിതലിനെ തിരഞ്ഞു തിന്നാം എന്നാണ് ആര് വിചാരിക്കുന്നത്? പക്ഷി വിചാരിക്കുന്നത്. ഈശ്വരിയെ ഇതുകൊണ്ട് പേട് പർസെ ഉദർക്കർ, അത് വൃക്ഷത്തിൽ നിന്ന് ഇറങ്ങി, പേട് പർസെ ഉദർക്കർ, വൃക്ഷത്തിൽ നിന്ന് ഇറങ്ങി, സെമീൻ വർ ആ ഗയ, എവിടേക്ക് വരുന്നു? താഴേക്ക് വരുന്നു. അത് താഴേക്ക് വരുന്നു. ഘാസ് ലഹരത്തെ കുച്ചേനെ ചുരുട്ടുക വൈറ്റ് ഗയ, കേട്ടോ, ഇടതൂർന്ന പുല്ലിന്റെ ഇടയ്ക്ക് വന്ന് അങ്ങനെ ചുരുട്ടുകൂടി സുമിട്ട് ഗയ, ഒതുങ്ങിക്കൂടി അങ്ങനെ ഇരുന്നു. അപ്പോൾ അതങ്ങനെ ഒരു കൂട്ടം പുല്ലിന്റെ ഇടയ്ക്കോട്ട്, കുറ്റിക്കാടിന്റെ എന്ന് പറയാം, അങ്ങനെ ഇടതൂർന്ന പുല്ലുകളുടെ ഇടയിലേക്ക് മറഞ്ഞതങ്ങനെ ചുരുണ്ടുകൂടി ഇരുന്നു. അപ്പൊ ഉസ്കെ പാസ് ദീമകോം ഫിർ, എന്നിട്ടോ ഏക് ദിൻ ഉസ് പക്ഷിക്ക് ജീമ ഇന്ന മാലും ക്യാ ആയ. അപ്പോൾ മരക്കൊമ്പിലിരുന്ന പക്ഷി വിചാരിച്ച എന്താണ്? ഇനിയിപ്പോ ആകാശത്ത് പറക്കുന്നതൊക്കെ വിദ്യകളുടെ ജോലിയാണ്. അപ്പൊ പിന്നെ അതുമല്ല, ഇപ്പൊ വണ്ടിക്കാരനെ കാണുന്നില്ല. ഇനി ഞാൻ ഏതായാലും താഴേക്ക് ഇറങ്ങി വന്ന് എന്ത് ചെയ്യാം? ചിതല് അന്വേഷിക്കാം. അങ്ങനെയൊക്കെ ഇയാള് എന്ത് ചെയ്യുമായിരുന്നു? കാണുന്നിടത്തൊക്കെ നടന്ന് ചിതലിനെ പിറക്കി തിന്നുകയും വന്നിട്ട് സുരക്ഷിതത്വത്തിന് വേണ്ടി ഈ കുറ്റിക്കാടിന്റെ അല്ലെ പുൽക്കൂട്ടത്തിന്റെ ഇടയിൽ അങ്ങനെ മറഞ്ഞിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ദിവസം അതിന്റെ മനസ്സിൽ തോന്നിയ കാര്യം എന്താണ്? ജബ് खूब मेहनत से സെമീൻ में से दीमक चुन चुनकर खाने के बजाय, ഇപ്പോൾ അത് ഈ വളരെയധികം പരിശ്രമിച്ച്, കൂബ് മേഘനത്ത് വളരെ പരിശ്രമിച്ച്, സെമീൻ മേംസെ തറയിൽ നിന്ന്, ദീമക്കെ ചുൻചുങ്ക ചിതലുകള് ശേഖരിച്ച്, ചുന്നാന്ന് പറഞ്ഞാല് ശേഖരിച്ച് ഖാനേക്കെ ബജായ്, ഖാനേക്കെ ബജായ് എന്ന് പറഞ്ഞാല് തിന്നുന്നതിന് പകരം
തിന്നുന്നതിന് പകരം എന്ത് ചെയ്തു? ഉനെ ഇക്കട്ട കർണയിലേക്ക അതെന്ത് ചെയ്യാൻ തുടങ്ങി? ശേഖരിക്കാൻ തുടങ്ങി. ഇക്കട്ട കർണ എന്ന് പറഞ്ഞാല് ശേഖരിക്കുക. അബ് ഉസ്കെ പാസ് ദീമക്കോങ്കെ ടേർ പോകെ. കണ്ടോ, പണ്ട് ഓരോ തൂവല് കൊടുത്ത് 2 ചിതല് വാങ്ങിക്കുന്ന പക്ഷി ഇപ്പോൾ അത് താഴേക്ക് ഇറങ്ങി വരികയും ഒരുപാട് ചിതലുകൾ അത് കളക്ട് ചെയ്ത് അങ്ങനെ വെച്ചു. ഇപ്പോൾ ഈ പക്ഷിയുടെ മുന്നിൽ കൂമ്പാരം പോലെ, ടേർ എന്ന് പറഞ്ഞാൽ കൂമ്പാരം പോലെ എന്തിരിപ്പുണ്ട്? ചിതലിരിപ്പുണ്ട് അല്ലെ? फिर एक दिन एकाएक वह गाड़ी वाला दिखाई दिया. എന്നിട്ടോ ഒരു ദിവസം പെട്ടെന്ന് അത് ആരെ കണ്ടു? വണ്ടിക്കാരനെ കണ്ടു. അപ്പം പക്ഷി കുറെ ചിതലുകളൊക്കെ കൂട്ടി വെച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ദാണ്ട പെട്ടെന്ന് ആരെ കാണുകയും ചെയ്തു? വണ്ടിക്കാരനെ കണ്ടു. പക്ഷിക്കോ ബെഡി ഖുശി ഹുയി. പക്ഷിക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. ഉസ്നെ പുകാർ കർ കഹാ. അത് വിളിച്ചു പറഞ്ഞു, ഗാഡിവാലെ, വണ്ടിക്കാര, ഓ ഗാഡിവാല, ഓ വണ്ടിക്കാര, മേ കബ്സെ തുമാര ഇന്തസാർ കർ രഹാ താ. ഞാൻ എപ്പോൾ മുതൽ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നു? ഇന്തസാർ പ്രതീക്ഷിക്കുക കേട്ടോ. ഞാൻ എപ്പോൾ മുതൽ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നു. പഹച്ചാനി ആവാസ് സുൻകർ. പരിചയമുള്ള ഒരു ശബ്ദം കേട്ട് ഗാഡിവാല രുക്ക് ഗയ. എന്ത് ചെയ്തു? വണ്ടിക്കാരൻ നിന്നു. പരിചയമുള്ള ശബ്ദം കേട്ട് വണ്ടിക്കാരൻ നിന്നു. തബ് പക്ഷീനെ കഹ. അപ്പോൾ പക്ഷി പറഞ്ഞു, ദേഖോ, നോക്കൂ, മേംനെ കിത്തനി സാരി ദീമക്ക ജമാ കർലി ഹെ. ഞാൻ എത്രത്തോളം ചിതലിനെയാണ് ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. വണ്ടിക്കാരാ, നിങ്ങളൊന്ന് നോക്കിക്കേ, ഞാൻ എത്രത്തോളം ചിതലിനെയാണ് ഇവിടെ ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. ഗാഡിവാലേക്കോ പക്ഷിക്ക് ബാത്ത് സമച്ചുമേ നെഹിയായി. ഇപ്പൊ വണ്ടിക്കാരന് പക്ഷിയുടെ കാര്യങ്ങൾ മനസ്സിലായില്ല. പക്ഷി പറഞ്ഞ കാര്യം വണ്ടിക്കാരന് മനസ്സിലായില്ല. ഉസ്നെ സിർഫ് ഇത്തന കഹ. അയാൾ ഇത്രമാത്രം പറഞ്ഞു. തോ മേ ക്യാ കരൂ. അതിന് ഞാൻ എന്ത് ചെയ്യണം? നീ ഈ ചിതലിനെ ശേഖരിച്ചു വെച്ചിരിക്കുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഏ മേരി ദീമക്കെ ലേലോ. എന്റെ ഈ ചിതൽ എടുത്തോളൂ. അതുകൊണ്ട് ഞാനിവിടെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ചിതലെല്ലാം നിങ്ങൾ എടുത്തോളൂ. ഓർ മേരെ പങ്ക് മുച്ചേ വാപ്പസ് കർദോ. എന്നിട്ട് എന്റെ തൂവലെല്ലാം തിരിച്ചു താ. ഞാൻ തന്ന തൂവലെല്ലാം എനിക്ക് തിരിച്ചു തരൂ. വാപ്പസ് കർദോ, മടക്കി തരൂ. പക്ഷീനെ ജവാബ് ദിയ. പക്ഷി മറുപടി പറഞ്ഞു. ഗാഡിവാല ടട്ടാക്കർ ഹസ്പട. വണ്ടിക്കാരൻ അട്ടഹസിച്ച് ചിരിച്ചു. ടട്ടാക്കർ ഹസ്ല എന്ന് പറഞ്ഞാൽ അട്ടഹസിച്ച് ചിരിക്കുക. ഉസ്നെ കഹ. അയാൾ പറഞ്ഞു, ബേവ്കൂഫ്, വിഡ്ഢി, മേ ദീമക്ക് കെ ബദലെ പങ്ക് ലേത്താകും. ഞാൻ ചിതലിന് പകരം തൂവല് വാങ്ങും. പക്ഷെ പങ്ക് കെ ബദല്, തൂവലിന് പകരം ദീമക്ക് നെഹി. എനിക്ക് എന്ത് വേണ്ട? ചിതല് വേണ്ട. അപ്പൊ എന്റെ കയ്യിലില്ല അങ്ങോട്ട് തരാൻ തൂവല്. എനിക്ക് അങ്ങനെ ചിതല് വേണ്ട. ഞാൻ ചിതല് വാങ്ങാനല്ല നടക്കുന്നത്, ഞാൻ തൂവല് വാങ്ങാനാണ് നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചിതല് കൊടുത്തിട്ട് തൂവലേ വാങ്ങത്തുള്ളൂ, അല്ലാതെ തൂവല് കൊടുത്തിട്ട് ചിതല് വാങ്ങില്ല. ഗാഡിവാലേനെ പങ്ക് ശബ്ദത്ത ബഹത്ത് സോർ ദിയാത്ത. വണ്ടിക്കാരൻ അപ്പോൾ ഈ പങ്ക് എന്ന ശബ്ദം ഇല്ല, തൂവലെന്ന് പറഞ്ഞില്ലേ, ചിറകെന്ന് പറഞ്ഞില്ലേ, ആ ശബ്ദം ഇച്ചിരി ഉച്ചത്തിലായിരുന്നു. ബഹത്ത് സോർ ദിയാത്ത. സോർ എന്ന് പറഞ്ഞാൽ ഇത്തിരി ഉച്ചത്തിലായി. ഇപ്പൊ പക്ഷിക്ക് അത് ആ പങ്ക് എന്ന തന്റെ അമൂല്യമായ ഒരു വസ്തുവാണ്. ആ സമയത്ത് അതിന് ആ ശബ്ദം കുറച്ച് ഉച്ചത്തിലേക്ക് തോന്നി കാണും. ഗാഡിവാല ചലാഗയ. വണ്ടിക്കാരൻ പോയി. പക്ഷി ചട്പടാക്കർ രഹുകയ. പക്ഷി സ്തംഭിച്ചങ്ങിരുന്നു. ചട്പടാന വസ്തബ്ധനായിരിക്കുക. ഏകദിൻ അങ്ങനെ ഒരു ദിവസം ഏക കാലി ബില്ലി ആയി. ഒരു കറുത്ത പൂച്ച വന്നു അല്ലെ, ഒരു കറുത്ത പൂച്ച വന്നു. ഓർ അപ്പനെ മുഖമേ ഉസേ ദബാക്കർ ചലി ഗയി. അതിന്റെ വായിൽ അമർത്തി പിടിച്ചോണ്ട് ദബാന എന്ന് പറഞ്ഞ അമർത്തുക. പൂച്ചക്ക് എളുപ്പമാണല്ലോ. ഈ പമ്മി അവിടെ ഇരുന്നെങ്കിലും പൂച്ച വന്ന് പമ്മി ഇരുന്ന് ആരെ പിടിച്ചുകൊണ്ട് പോയി? ഈ പക്ഷിയെ തന്റെ വായിൽ അമർത്തി വെച്ചുകൊണ്ട് അങ്ങ് പോയി അല്ലെ. വളരെ വേഗമായിരുന്നു പൂച്ചക്ക് പിടിക്കാൻ സാധിച്ചത് അല്ലെ. അപ്പോൾ ഇപ്പൊ പക്ഷിക്ക് ചിറകുകളെല്ലാം നഷ്ടപ്പെട്ട്
അങ്ങനെ അതിന് പറക്കാനുള്ള ആ ശേഷി നഷ്ടപ്പെട്ട് അവസാനം വണ്ടിക്കാരനോട് അത് തന്റെ തൂവല് മടക്കി ചോദിക്കുന്നു. എന്നാൽ അയാൾ കൊടുത്തോ? ഇല്ല. അങ്ങനെ സർവവും നഷ്ടപ്പെട്ട ആ പക്ഷിയുടെ അവസ്ഥ ഇപ്പോൾ എന്തായി? കറുത്ത ഒരു പൂച്ചയുടെ വായിൽ അകപ്പെട്ടു. തബുസ് പക്ഷിക്കാക്കൂൻ ടപ്പക്ക് ടപ്പക്ക് കർ. ഇപ്പോൾ ആ പക്ഷിയുടെ രക്തം ഇറ്റിറ്റ്, ടപ്പക്കിനാന്ന് പറഞ്ഞ ഇറ്റ് വീഴുക. സെമീൻ പർ, തറയിൽ. ബൂന്തോങ്കി ലക്കീർ ബന രഹാത്ത, എന്താണ്? തറയിൽ ഇപ്പോൾ ഒരു വര പോലെ. ബൂന്ത് തുള്ളികൾ. എന്തിന്റെ തുള്ളികളാണ്? രക്തത്തുള്ളികൾ. ഇപ്പൊ രക്തത്തുള്ളികൾ ഇപ്പോൾ ഇറ്റിറ്റ് എവിടേക്ക്? ആ തറയിലൂടെ ഒരു വര പോലെ ആയി. ലക്കീർ എന്ന് പറഞ്ഞാല് വര. അപ്പോൾ ആ പൂച്ച പോയ വഴിയെ ഇല്ലേ, അതിന്റെ ശരീരം മുറിഞ്ഞ് അങ്ങനെ രക്തത്തുള്ളികൾ അങ്ങനെ ഇറ്റിറ്റ് വീണുകൊണ്ട് ഇരുന്നു അല്ലെ. അപ്പോൾ അതിന്റെ അച്ഛൻ പറഞ്ഞത് അത് അനുസരിക്കാതെ വന്നതിന്റെ ഒരു ഫലമാണ് ഇന്നത് ആരുടെ വായിൽ അകപ്പെട്ടു പോയത്? പൂച്ചയുടെ വായിൽ അകപ്പെട്ട് പോയത്. അപ്പോൾ ആ ചെറുപ്പത്തിന്റെ ഒരു ധിക്കാരമാണ് നമ്മൾ ആരിലൂടെ കണ്ടത്? പക്ഷിയിലൂടെ കണ്ടത്. നമ്മുടെ പാഠഭാഗം ഇത്രയുള്ളൂ.